പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാം നിന്റെ തെറ്റിദ്ധാരണകളാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് സാഗർ. നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നക്കാരൻ അല്ല അയാളെന്ന് തീർത്തു പറയുന്നു. പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകാത്ത ക്രിഷ്, നിങ്ങൾ അവന് ചുറ്റുമുള്ള ദുരൂഹതകൾ ഒന്നും മനസ്സിലാക്കാതെയാണ് ഇവിടെ കിടന്ന് കാര്യങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ എന്നാണോ ആ സത്യം മനസ്സിലാക്കുന്നത്, അന്ന് നിങ്ങൾ ആകെ ഞെട്ടിപ്പോകും. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നിങ്ങളിപ്പോൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന അവന്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ ഒരു ദിവസം തിരിച്ചറിയുമെന്നും അതിന് ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ക്രിഷ്. എന്നാൽ ക്രിഷ് പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് സാഗർ. ഇവൻ എന്തോ ആവേശത്തിൽ എടുത്തു ചാടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം വെറുമൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. ഒന്ന് ഇരുത്തി ആലോചിച്ചാൽ മാറാവുന്ന പ്രശ്നമേ ഇതിനുള്ളൂ. അതിന് എന്തൊക്കെയാണ് ഇവനീ കാണിച്ചു കൂട്ടുന്നത്? കണ്ടിട്ട് തന്നെ ചിരി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ പുച്ഛിച്ച് തള്ളുകയാണ് കൃഷിന്റെ കാര്യങ്ങൾ. എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ബലരാമന്റെ വായിലിരിക്കുന്നത് കേട്ടതിനെ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് മനോജ്. ഇതേ തുടർന്ന് മനോജ് കൺമണിയെ ചെന്ന് കാണുകയും കൺമണിയോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ്. കൺമണി, നിന്റെ തീരുമാനം എന്താണ് എന്ന് എനിക്കറിയണം. കാര്യങ്ങൾ കൃത്യമായി അറിയാതെ ഇനി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ ഇല്ല എന്നതാണ് സത്യം. എന്താണ് നിന്റെ തീരുമാനം? നീ ഇപ്പോൾ തന്നെ ആ കാര്യം എന്നോട് പറയുകയാണ് വേണ്ടത്. PR ഗ്രൂപ്പിൽ എന്നാണ് നീ ജോയിൻ ചെയ്യുക? ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൺമണി. എന്തു മറുപടി പറയും എന്നറിയാതെ ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് കൺമണി ആലോചിക്കുകയും ഇതേ തുടർന്ന് ചേട്ടാ, എനിക്ക് കുറച്ചു സമയം കൂടി നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഇനി അതിന് സാധ്യമല്ല. കാരണം അത്രയധികം ചീത്ത ഞാൻ കേട്ടു കഴിഞ്ഞു. ഇനിയും ബലരാമൻ സാറിന്റെ മുന്നിൽ നാണം കെടാൻ എനിക്ക് സാധിക്കുകയില്ല. വാക്ക് കൊടുത്താൽ അത് പാലിക്കുക തന്നെ വേണം. അല്ലാതെ ഇന്ന് തരാം, നാളെ തരാം, നാളെ വരാം എന്നൊന്നും പറഞ്ഞ് കാര്യങ്ങളിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. എനിക്ക് ഇതൊന്നും കണ്ടു നിൽക്കാനും വയ്യ. നിന്റെ തീരുമാനം എന്താണ് എന്ന് എനിക്ക് ഇപ്പോൾ ഈ നിമിഷം അറിയണം. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. മാത്രവുമല്ല, അച്ഛൻ പറഞ്ഞ കാര്യം കൂടി ആലോചിച്ചതിനെ തുടർന്ന് എങ്ങനെയാണ് ഇനി ഏട്ടനോട് നോ പറയുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ ധനലക്ഷ്മി അറിഞ്ഞതിനെ തുടർന്ന് ധനലക്ഷ്മിയും കൺമണിയുടെ മുകളിൽ പ്രഷർ ചെലുത്തുന്നതിനായി എത്തിയിരിക്കുകയാണ്. നിന്റെ ചേട്ടന് നല്ലൊരു ജീവിതമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താ നിനക്ക് കണ്ടിട്ട് ഇഷ്ടമാകുന്നില്ലേ? അതുകൊണ്ടാണോ നീ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നീയൊരു യെസ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും അറിയിച്ചതിനെ തുടർന്ന് കൺമണിയാകെ കുടുങ്ങിപ്പോകുന്നു. ഇത് തുടർന്ന് കൺമണി മനോജിനെ ചെന്ന് കാണുകയാണ്. മനോജിനോട് ഏട്ടൻ പറയുന്നത് പോലെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ഏട്ടനേക്കാൾ വലുത് ഒന്നും തന്നെ ഇല്ല ഈ ലോകത്ത് എന്നത് തന്നെയാണ് സത്യം. ചേട്ടൻ പറയൂ, ഞാൻ എന്നാണ് വരേണ്ടത് എന്ന്. അലിക ഡിസൈൻസിൽ ഞാൻ പോയി കാര്യങ്ങൾ സംസാരിച്ചു കൊള്ളാം. ഇനി ഞാൻ കാരണം ചേട്ടൻ ആരുടെയും മുൻപിൽ നാണം കെടേണ്ട. അത് എനിക്കും ഒരു കുറച്ചിൽ തന്നെയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് മനോജ്
കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കൺമണിയെ. ഇതേ തുടർന്ന് കരഞ്ഞുകൊണ്ട് കൺമണി തൻ്റെ വിഷമം മനസ്സിലടക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ്. താൻ ആരാണ് എന്നുള്ള സത്യം പുറത്തു വരുമോ എന്നുള്ള ഭയം ഉണ്ടാവുകയാണ് ബലരാമന്. സുമിത്രയെ ചെന്ന് കാണുന്ന ബലരാമൻ പഴയകാല കാര്യങ്ങളെല്ലാം ഇനി അയാൾ ഓർത്തെടുക്കുമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വ്യക്തമാക്കുകയാണ് സുമിത്ര. അയാൾ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോഴേക്കും നമ്മൾ അയാൾക്കുള്ള തിരിച്ചടികൾ കൊടുത്തു കഴിയും. പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് അയാളെ പറഞ്ഞയക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇനി നമ്മുടെ കമ്പനിയിലേക്ക് വരേണ്ടത് കൺമണിയാണ്. കൺമണി കൂടി കടന്നു വന്നാൽ പിന്നെ അലിക ഡിസൈൻസ് ഒന്നും നമ്മുടെ മുൻപിൽ ഒന്നുമല്ല. നിസ്സാരമായി നമ്മൾ അവരെ തോൽപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പൊട്ടിച്ചിരിച്ചിരിക്കുകയാണ് ബലരാമൻ. പക്ഷേ ഇതേ തുടർന്നാണ് ബലരാമനെ ഞെട്ടിച്ചുകൊണ്ട് ബലരാമനെ കാണുന്നതിനായി അവിടേക്ക് കൃഷ് കയറി വരുന്നത്. അപ്രതീക്ഷിതമായ ഈ വരവ് ബലരാമനെ ഒന്ന് ഞെട്ടിക്കുന്നു. ഇതേ തുടർന്ന് കൃഷിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ബലരാമൻ പറയുന്നു. ഓ, അന്ന് കൺമണിയെ ഞാനല്ലേ രക്ഷിച്ചത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൃഷ് നിങ്ങളുടെ കള്ളക്കളികളൊന്നും എൻ്റെ മുൻപിൽ നടക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും നിങ്ങൾ ആരാണ് എന്നുള്ള സത്യം ഞാൻ പൊളിച്ചടക്കി കയ്യിൽ തരും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമൻ പൊട്ടിച്ചിരിക്കുകയാണ്. ഞാൻ ആരാണ് എന്നും എന്താണ് എന്നും ഒന്നും കണ്ടെത്താനുള്ള ശേഷി നിനക്ക് ആയിട്ടില്ലടാ എന്ന് വെല്ലുവിളിച്ചതിനെ തുടർന്ന് തിരിച്ചടിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയാണ് കൃഷ്. ഇതോടെ ബലരാമൻ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് PR ഗ്രൂപ്പിലേക്ക് കൺമണി കടന്നു വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.